വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ കൊട്ടിയത്ത് ലുലു ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ലുലു പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമല്ലേ. അപ്പോൾ ഞാനും ചേച്ചിയും നമ്മുടെ 2 കുട്ടികളുമായിട്ട് ലുലുവിൽ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചേച്ചി അവിടെ നിന്ന് വണ്ടി കയറി ഡീസിൻ്റെ മുക്കിൽ നിന്ന് ഞങ്ങളിവിടെ ESI ജംഗ്ഷനിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ വരും. ബസ് വന്നെന്ന് കരുതിയാണ് ഞങ്ങൾ സ്പീഡിനോടി പോയത്. പക്ഷെ ഞങ്ങളുടെ ബസ്സല്ലായിരുന്നു. ഞങ്ങളുടേത് ശ്രീകുമാരി എന്ന് പറയുന്ന ബസ്സാണ്. ഇപ്പോൾ ബസ് വരുന്നവരെ ഞങ്ങളിവിടെ നോക്കിയിരിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നെന്തോ റോഡിൽ വലിയ തിരക്കില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ബസ് എത്തിയിരുന്നു. നമ്മുടെ ബസ് ദേ വരുന്നു, ശ്രീകുമാരി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനും പോയി കൂടെ ബസ്സിൽ ചാടി കയറി. അപ്പോൾ ദേ ആദ്യക്കുട്ടൻ മാസ്കൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മുഖത്തലയിൽ നിന്ന് കൊട്ടിയത്തേക്ക് എത്താൻ ഏകദേശം 15 മിനിറ്റോളം യാത്രയുണ്ട്. സ്കൂട്ടറിലാണ് പോകുന്നെങ്കിൽ 10 മിനിറ്റ് മതി. ഇതാകുമ്പോൾ ചുറ്റിത്തിരിഞ്ഞ് കണ്ണല്ലോ റൂട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഊട് വഴി കൂടെ പെട്ടെന്ന് ഇങ്ങ് കൊട്ടിയത്തെത്താം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊട്ടിയത്തെത്തി 15 മിനിറ്റിനുള്ളിൽ തന്നെ. ഇവിടെ ഇപ്പോൾ ഈ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല പൊടിയായിരുന്നു കേട്ടോ. ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. അതുകൊണ്ട് ഞാനും മോളും മാസ്ക് വെച്ചില്ല, കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ കയറി ഞങ്ങൾക്ക് എല്ലാവർക്കും മാസ്ക് മേടിച്ചു. ചേച്ചിക്കും എനിക്കും മോക്കും. അതുമാത്രമല്ല 2 പാക്കറ്റ് കൂടി ഇങ്ങ് മേടിച്ചു. അന്നേരം കാണാതെ പിള്ളേർ ഈ മിഠായി വേണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നു. പിന്നീട് അവർക്കുള്ള മുട്ടായി മേടിച്ച് നമ്മൾ നേരെ നടക്കുകയാണ് കേട്ടോ. കൊട്ടിയത്ത് നിന്ന് ഇറങ്ങി ദേണ്ടേ ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് നടക്കുമ്പോൾ നമ്മുടെ ലുലു സത്യം ലുലു മാളല്ല, ഡ്രീംസ് മാളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പോർഷനായിട്ട് മാത്രമാണ് ലുലു ഡെയിലി എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വേണ്ടുള്ള ഐറ്റംസ് മാത്രമുള്ള. നമ്മൾ ട്രിവാൻഡ്രം ലുലുവിൻ്റെ അത്രയും വലുതല്ല. അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസിലോട്ട് പോവുകയാണ്. നമ്മൾ രാവിലെ ചെന്നുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ പോകെ പിന്നീട് ആൾ കൂടി വന്നു. ഓക്കെ, എൻട്രൻസൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇവിടെ ലുലു ഡെയിലി ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഞാനും ചേട്ടനും ഇവിടെ ആശീർവാദ് സിനിമാസിൽ വന്ന് ഒരിക്കൽ സിനിമ കണ്ടിരുന്നു, ഒരു സിനിമ. ഇതിപ്പോൾ ലുലു ഡെയിലി ഓപ്പൺ ആയിട്ട് 3-4 ഡേയ്സ് ആയതേ ഉള്ളൂ. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും ഡീസും സ്നോമാനും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് കാണുന്ന ഷോപ്പ് KFC ആണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ല. ലുലു ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്, ഓപ്പൺ ആയാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നത്. പിന്നെ ഈ 2 കൊണ്ട് കയറുന്ന കാര്യം അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് ഫുള്ള് കിടന്ന് കരയും. ആ ഒരു ഇതേ ഉള്ളായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കറക്കി ഇങ്ങ് എടുക്കും. അങ്ങനെ ഞങ്ങൾ ലുലു ഡെയിലിയിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ, നമ്മുടെ ബാഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ മേടിച്ച് ലോക്ക് ചെയ്യും അവരുടെ സെക്യൂരിറ്റിക്ക്. പക്ഷെ ഞങ്ങൾ ആദ്യം അത് അറിഞ്ഞില്ല. ഞങ്ങളിതൊന്നും അറിയാൻ നേരെ പോയി ട്രോളി എടുത്ത് എന്താ അകത്തോട്ട് കയറാനായിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ബാഗ് അവിടെ ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ബാഗ് അവിടെ വെക്കാനായിരിക്കുമെന്ന്. അപ്പോഴാണ് ഇതേ ഒരു ടൈ ഒക്കെ കൊണ്ടുവന്ന് അവർ നമ്മുടെ ബാഗ് ലോക്ക് ചെയ്തത്. ഇപ്പം കയറാമെന്ന് പറഞ്ഞ് ഭൂവി ആദ്യം കൂടെ ട്രോളിയായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ പിന്നെ പോയി ബാഗ് അതേ ലോക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കയറുകയാണ്. ഏത് സൈഡിൽ കൂടെ പോകണമെന്ന് അറിയാൻ വയ്യ. ഇവിടൊക്കെ എന്താണ് സോപ്പും പിന്നെ ഷാംപൂസും അതൊക്കെ ഇരിക്കുന്ന സെക്ഷനാണ് അത്. പക്ഷെ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. കാര്യം ഇതെല്ലാം ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്നതാണ്. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത്. പിന്നെ ഇവിടെ കുറേ ഡ്രൈ നട്ട്സ് ഉണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയിട്ട് നമ്മളത് വെച്ചു. ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻ എത്തി. പതുക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ട് ചേച്ചി പിള്ളേരെ അത് കാണാതെ ഒതുക്കിക്കൊണ്ട് അവർ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാണുന്ന മൊത്തം പറക്കിയെടുക്കും. പിന്നെ ഇവിടെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കേർഡ്, യോഗേർട്സ്, മിൽക്ക്, അതൊക്കെ. ഞാൻ പിന്നെ വീട്ടിൽ തൈര് തീർന്നു പോയിരുന്നു, ഉറച്ചതുമില്ല. അതുകൊണ്ട് ഞാനൊരു തൈര് ഒക്കെ എടുത്തു.
ലുലുവിൽ വന്നിട്ട് നീ ഇത് പൊക്കി എടുക്കാനാണോ വന്നതെന്ന് വിചാരിക്കരുത്. വീട്ടിലതില്ലാഞ്ഞുകൊണ്ടാണ് ഞാനതങ്ങ് എടുത്തത്. പിന്നെ അത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി നിന്നു. കാര്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാശ് പൊടിക്കുന്നത് ഇതുപോലെ ബേക്കറി ഐറ്റത്തിന് വേണ്ടിയിട്ടാണ്. സോ ആയിരിക്കുന്ന ക്രോയിസൻ്റ് ഞങ്ങൾ എടുത്തോട്ടോ ഒരു പാക്കറ്റ്. പുറത്തുനിന്ന് മേടിക്കുന്ന ക്രോയിസൻ്റെ ഉള്ളിലെല്ലാം ക്രീം ഫില്ല് ചെയ്യുമല്ലോ, പക്ഷേ ഇതിലതില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ഷുഗറാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ ഐറ്റംസ് എല്ലാം. വന്നൊന്നും എനിക്ക് ഷുഗറിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ പല വെറൈറ്റി ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫില്ല് ചെയ്ത വേറെ സ്വീറ്റ്സ്. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾ, പിന്നെ സോയാബീൻ, മല്ലി, അതെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് വേണ്ടത്രയും ക്വാണ്ടിറ്റി പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു. പിള്ളേരെ രണ്ടിനെയും ചേച്ചിയുടെ കയ്യിലാക്കിയിട്ട് ഞാനൊന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും പൂവി ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ക്രിസ്പി ഖജൂർ, ഇത് പണ്ട് സുപ്രീമിന്ന് ഞങ്ങൾ മേടിച്ച ഐറ്റമായിരുന്നു. പിന്നെ അതും പൊക്കി എടുത്തു. പിന്നെ നേരെ ഇവിടെ വന്നപ്പോൾ ഫുഡ് കോർട്ട് വന്നപ്പോൾ അവിടെ മലബാർ ചിക്കൻ ബിരിയാണി 170 റുപ്പീസ് ഫോർ 500 ഗ്രാം. ഇതെല്ലാം വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ലുലുവിലും ഉണ്ട്, പക്ഷേ ഇച്ചിരി വാസ്റ്റാണ്. എന്നാലും ഇവിടെയും മിക്ക ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ച് നമ്മൾ 3ാമത്തെ നിലയിൽ പോയിരുന്ന തട്ടി. പിന്നെ പല ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ്സ് അല്ല, ഐസ്ക്രീമുകൾ, ചോക്കോബാറും ഐസ്ക്രീം എല്ലാം ഇരിക്കുന്ന സെക്ഷനാണ്. ഇത്രയും വളർന്നിട്ട് ഇപ്പോഴും ഇതിനോടുള്ള ആക്രാന്തമൊന്നും പോയിട്ടില്ല. ഇപ്പോഴും ഐസ്ക്രീം കണ്ട പണ്ടത്തെ അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കണ്ടോ. പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ. ഇപ്പോൾ വന്ന് എനിക്കായാലും ഭൂവിക്കായാലും ആദ്യക്കുട്ടനൊക്കെ ആയാലും പെട്ടെന്ന് ഐസ്ക്രീം കഴിച്ചാൽ കോൾഡാവും. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് നോക്കി ഐസ്ക്രീംസ് ഒന്നും എടുത്തില്ല. എവിടെയും ഇല്ലാത്ത തിരക്ക് സ്ഥിരം ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് 3rd ഫ്ലോറിൽ കഴിക്കാനായിട്ട് വന്നു. പിള്ളേർ 2 ബ്രോസ്റ്റഡും ഞങ്ങൾ ഏതോ ഒരു ടൈപ്പ് ചിക്കൻ്റെ പേര് വന്നു കേട്ടോ. അപ്പോൾ ഭൂമി എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മയെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തു. ഞങ്ങളെക്കാട്ടി സൂപ്പറായിരുന്നു അവരുടേത് കേട്ടോ. ആദ്യക്കുട്ടനായാലും ഭൂവിക്കായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണ് ചിക്കൻ്റെ ലെഗ് പീസ്. അപ്പോൾ ഞങ്ങൾ 4 പേരും ലെഗ് പീസ് തന്നെയാണ് എടുത്തത്. പിന്നെ പിള്ളേർക്ക് ബ്രോസ്റ്റഡ് ഇച്ചിരിയുടെ ഇഷ്ടമായതുകൊണ്ട് അതാണ് മേടിച്ചു കൊടുത്തത്. പിന്നെ ഞങ്ങൾ വാഷ് ഏരിയയിൽ പോയി കുറച്ച് നേരം അവിടുന്ന് സെൽഫിയൊക്കെ എടുത്ത് നോക്കിയതാണ്. മേലെ ഫോണിൻ്റെ ബാക്ക് പോർഷനെല്ലാം കാണുന്നുണ്ടല്ലോ. ചേച്ചി എന്താണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ രണ്ടും കൂടെ ഡ്രയറിൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയാണ്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി 3rd ഫ്ലോറിൽ തന്നെ നടക്കാൻ നേരത്തെ നമ്മുടെ അഷ്ടമുടി യൂണിസെക്സ് സലൂൺ അവിടെ ഉണ്ട്. ഞങ്ങളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. ചുമ്മാതാണേ, സ്ഥിരമൊന്നുമല്ല, വല്ലപ്പോഴും പോവും. അപ്പോൾ ചേച്ചി കയറുന്നു ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞാൽ നേരെ നടന്നോളാൻ. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ച് ലിഫ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പൂവിക്ക് അർജൻറ്റായിട്ടൊരു കോള് വന്നു. അത് അറ്റൻഡ് ചെയ്യുകയാണ്. ആരാണോ എന്തോ. നമ്മുടെ ലിഫ്റ്റ് ഓപ്പണായി. ഞങ്ങളിനി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഇവിടെ വന്ന് പൂവിയുടെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. ഞാൻ പ്രാവശ്യം പോലെ എടുത്തോളാൻ. പച്ച ഫോണും പച്ച ബാഗും. ഫോട്ടോസൊക്കെ അപ്പോൾ എടുത്ത് തന്നെ കാണിച്ച് തന്നിട്ട് നേരെ ബാഗിലോട്ട് വെക്കുകയാണ്. അതിനകത്ത് കുറേ ചില്ലറയും അവളുടെ മാസ്കുമാണ് കയ്യിലുള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യക്കുട്ടനെ ചിരിപ്പിക്കാൻ പെടുന്ന പാട്. പല എക്സ്പ്രഷൻസ് മുഖത്തിൽ നിന്ന് വരുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നിടത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി സോഡ നാരങ്ങയ്ക്ക് പറഞ്ഞു. ഞാൻ സോഡ നാരങ്ങയും ചേച്ചി നറുനീണ്ട സർബത്തും, പിള്ളേർക്ക് 2 പേർക്കും നാരങ്ങ വെള്ളവുമായിരുന്നു പറഞ്ഞിരുന്നത്. അത്രയും അതീവ ദാഹമായതുകൊണ്ട് ഞങ്ങളത് ഞാൻ ഒറ്റ വലിക്ക് തന്നെ കുടിച്ച് തീർത്തു. പിന്നെ ഇവിടെ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കാൻ നേരത്ത് കുരുട്ടുകളുടെ പണി തുടങ്ങി. ഹോട്ട് കേക്ക്സിൽ നിന്ന് വെള്ളമൊക്കെ ഇറക്കി ആ കടയിലോട്ട് കൊണ്ടുപോകുന്നു. ഹോട്ട് കേക്ക്സിൻ്റെ മുമ്പിലായതുകൊണ്ട് അങ്ങോട്ട് കയറണോ വേണ്ടയോ ഞാൻ ചിന്തിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങളിവിടെ വീട്ടിൽ വന്നു റെസ്റ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ 4 മണിയായിട്ടുണ്ട്. 4:30 ആകുമ്പോൾ എനിക്ക് ട്യൂഷനുണ്ട്. ട്യൂഷൻ എടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ചേട്ടൻ ചേച്ചിയും പിള്ളേരെയും വിളിക്കാൻ വരും. അവരങ്ങനെ നേരെ ഡീസിൻ്റെ മുക്കിൽ പോവും. അപ്പോൾ നേരെ ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഭൂവി അച്ഛനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരത്തേ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.